ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഒരു കോടി ജഡ്ജിക്ക് അറിയാൻ പറ്റും. ഡയറക്ടർ അറിയാത്ത ആരുമില്ല, പറയാമോ? നമ്മുടെ ഉദാഹരണം കൊടുക്കാം. പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ജനപ്രിയ താരം ദിലീപ് ഏട്ടൻ അറിയാലോ, അദ്ദേഹം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും നിന്ന സമയത്ത് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്നോട് ഭൂമിഗീതം, അങ്ങനെ ഭൂമിഗീതം എന്ന സിനിമയൊക്കെ അങ്ങനെ പിന്നെ സിദ്ദിഖ് ലാലിലെ ഒരു വാക്കും കൂടെ ഉണ്ട്. ഇവന്റെ ജോസും ഉണ്ട്, സിദ്ദിഖ് ലാലിലെ ലാൽ ജോസ് കാരണം ഞങ്ങളോടുള്ള ബ്ലൂ ആരെങ്കിലും കൊടുക്കുമേ? പുള്ളി മീശ മാധവൻ സിനിമയിലെ ഡയറക്ടർ ആരെന്ന് വെച്ചു. ഇപ്പൊ ലാൽ ജോസ് ആണ് സംവിധായകൻ. അപ്പൊ ഇവൻ ക്ലൂ കൊടുത്ത അലിൻ ജോസ് ഇല്ലെ ജോസും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സിദ്ദിഖ് ലാലിലെ മാധവനിലെ കാവ്യചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? കാവ്യചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് അത് ആനിയല്ല, രുക്മിണി എന്നാണ് പേര്. ഓ, ഞാനിപ്പോ 200 തവണ സിനിമ ഇട്ട് കാണാറുണ്ട്. സൂര്യ ടിവിയിൽ എപ്പോഴും വരാറുണ്ട്. പിന്നെ പുള്ളി ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരുന്നോ? നമ്മുടെ ജനപ്രിയ താരം ദിലീപ് ഏട്ടൻ കഴിഞ്ഞ ദിവസം, ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, പെട്ടെന്നൊരു പാട്ട്, സുനാരേ സുനാരേ സ്വർണ്ണനിലാവില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ, സുനാരേ സുനാരേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. ഈ പാട്ട് കേട്ടപ്പോഴല്ലോ ഇതിന്റെ താഴെ പെരേരയുടെ തല ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ സംഭവം നോക്കിയപ്പോഴുള്ളൂ പെരേരയുടെ ഡാൻസ് ദിലീപിയുടെ കടമെടുത്തേക്ക്. ഇത് രമേശ് പിഷാരടി കാരണമാണെന്ന് സംശയം. പിഷാരടിയാണ് ഈ സംഭവം ചെയ്യിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും എഴുതി പക്ഷെ അലിൻ ജോസ് പെരേരയുടെ ഡാൻസ് ദിലീപിന്റെ എടുത്തു. കാരണം എന്ന് വെച്ചാൽ ദിലീപിന്റെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ദിലീപേട്ടന്റെ ഡാൻസ് ആണ് ജനപ്രിയ താരം. പക്ഷെ വേറെ കാര്യങ്ങളും പറയാണ്, ദിലീപേട്ടൻ എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞ ഒരു കാര്യം, ദിലീപേട്ടൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാനും പെരേരയ്ക്കും ജീവന തുല്യാണ്. അദ്ദേഹത്തിന്റെ ആക്ടിങ് കാര്യങ്ങളും കോമഡി അല്ലേ? എല്ലാ പടങ്ങളും ചിരിക്കാനില്ലേ? ദിലീപേട്ടനെ കുറിച്ച് ഫീൽ ചെയ്യും അല്ലേ? ഒരുപാട് പേര് ഇപ്പൊ ദിലീപേട്ടന്റെ വിഷയങ്ങളൊക്കെ പടങ്ങൾ കാണുന്നു തോന്നുന്നു. ആര് പറഞ്ഞു? കുറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എന്താ പറ്റിയ ഒരുപാട് ദിലീപേട്ടനാണ്. ശരിക്കും ആക്ടറെ തന്നെ കാണാം. റിയൽ ലൈഫായിട്ട് കാണാണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും എന്റെ ബാധിക്കുന്നില്ല. അത് തെളിവാണ്. ആൾക്കാർ നമ്മളെ കാണുമ്പോ എല്ലാരും ആ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. മനസ്സിലായോ? പിന്നെ വിഷയങ്ങളൊക്കെ നമ്മളെ സ്ഥലങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് അനിയത്തിയുണ്ട്. ബോഡിയാണോ ബോഡിഗാർഡായിട്ട് അല്ല അത് വേണം. കാരണം എന്ന് വെച്ചാൽ അതേ ഈ അമ്മൂമ്മ ഇപ്പൊ എന്റെ വല്യമ്മ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ വല്യമ്മ എന്ന് പറയുമ്പോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ മിമിക്രി ചെയ്യാനും പാട്ട് പാടാൻ എല്ലാം സപ്പോർട്ട് തന്ന അമ്മയാണ്. അപ്പം എന്ന് പറയുന്നത് സപ്പോർട്ട് അമ്മയാണ്. മനസ്സിലായില്ലേ? എന്റെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തായിരുന്നു അലിയുടെ ഡാൻസ്. ആ ലൊക്കേഷൻ ഇതുപോലെ അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷോട്ട് പോയാണ്. ആ പെണ്ണ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായി? അതുകൊണ്ട് അലിയുടെ വേണ്ട ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമില് ഇതുപോലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ പെരേര ഇന്ന് വേറെ ലെവലായി പോയാലും. പക്ഷെ പെരേര അമ്മൂമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇറക്കി. ഒന്ന് പാടിക്കണം ഇവന്റെ അമ്മൂമ്മയെ കുറിച്ചൊരു പാട്ട് കേട്ടോ. കാരണം ചില കുടുംബത്തിൽ നടക്കുന്ന ഒന്നാണേ അന്നും ഇന്നും മാറ്റിടുന്ന അന്നും പെണ്ണാണ്. കല്യാണം കഴിഞ്ഞാല് അമ്മായിയമ്മ പോരാണല്ലോ, മരുമോളെ കണ്ടാല് തമ്മില് അടിയാണല്ലോ, വാതില് തുറക്കടി അടക്കടി ജനല തുറക്കടി നമ്മുടെ അമ്മുമ്മ കുച്ചി അമ്മുമ്മ അമ്മുമ്മ ഇവളാണ് ഇവളേതോ നമ്മുടെ അമ്മുമ്മ. ജീവിതം എന്നാൽ ഇവർക്ക് ഒരു പമ്പരം പോലെ
ആടാനും പാടാനും ഓടാനും ഇപ്പോ കഴിയാത്ത അവസ്ഥയിലായി. 74 കഴിഞ്ഞപ്പോൾ അകപ്പ സീനായല്ലോ, അസുഖങ്ങൾ കൊണ്ടും പ്രശ്നത്തിലായല്ലോ. BP ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, രക്ഷപ്പെട്ടു ബെഡിൽ തന്നെ റെസ്റ്റ് എടുക്കും നമ്മുടെ അമ്മമ്മ, ഈ ഇടക്കുച്ചി അമ്മമ്മ, ഈ അഗ്രീസ് അമ്മമ്മ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മമ്മ ലോകം വന്നാൽ തളർന്നു പോകും. ആരായാലും ഞാനായാലും മമ്മൂക്കായാലും ലോകം വന്നാൽ ഇപ്പോൾ പിടിവിടാൻ പറ്റില്ല. വേറെ കാര്യം ചെയ്തില്ലേ? അല്ല, വേറെ കാര്യം കൊണ്ട് ചോദിക്കാം. അമ്മൂമ്മ എന്ന് പറയണല്ലോ, നിന്റെ അമ്മൂമ്മയില്ലേ? സിനിമ പ്ലാൻ കഴിഞ്ഞ ദിവസം വിഷ്ണു കൊച്ചിക്കാരൻ വീട്ടിൽ പോയായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ നമുക്ക്? അഭിനയിക്കാൻ താല്പര്യമുണ്ടാകും. വിഷ്ണു കൊച്ചിക്കാരൻ എടാ, ഞങ്ങളുടെ സുഹൃത്ത് അമ്മൂമ്മയുടെ കഥാപാത്രം ചെയ്തൊരു അമ്മൂമ്മ, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് വിഷ്ണു കൊച്ചിക്കാരൻ, ഇപ്പൊ സീരിയലിൽ അഭിനയിക്കാം. പുള്ളി അമ്മൂമ്മ എടുത്ത് ചെന്നപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ പ്രശ്നം കത്തിയെടുത്ത് വെട്ടാൻ പോയി. അതെന്താ സംഭവം? പെൻഡലല്ല, അമ്മൂമ്മനെ ചാക്കി കെട്ടി കളയുന്നത്. തമാശക്ക് ഞങ്ങളുടെ മുടിയുള്ള ആളില്ലേ പൈനാപ്പിൾ, ദിലീപേട്ടാണെങ്കിൽ സിനിമയിലേക്ക് അല്ലതെ. അപ്പൊ അമ്മൂമ്മ എന്ത് ചെയ്യുന്നത്? തമാശ അമ്മൂമ്മനെ ചാക്കിലാക്കി നമുക്ക് തോട്ടിലിറക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ എന്ത് ചെയ്തു അറിയാം? വിഷ്ണു പറഞ്ഞിങ്ങനെ നിക്കണം. വിഷ്ണുവിന്റെ ഇവിടെ ഇവര് കത്തി, എവിടെടാ നിനക്ക് ചാക്കിലാക്കണ്ടേ? വിഷ്ണു ഓടിയിട്ടുണ്ടല്ലോ, ചെറുപ്പോണത്തറയും കണ്ട അവൻ താമസിച്ചില്ല, അവിടെ വരെ ഓടി. പിന്നെ ചാനലുകാരൊക്കെ വന്നിട്ട് ഓടിപ്പോയിട്ടുണ്ട്. അമ്മൂമ്മ അവരെ ഒരു കുറവ് ഓടിക്കും. പക്ഷെ നല്ല സ്നേഹമാണ് കേട്ടോ അമ്മൂമ്മയാണ് താങ്ക്സ് കൊടുക്കുന്നത്. കാരണം വേറെ കാര്യമുണ്ട്, അമ്മൂമ്മ ഇങ്ങനെ തെറിവിളി ഒച്ചപ്പാട് കുടുംബ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുകൊണ്ട് നമുക്ക് സൈക്കിളിലൂടെ നമ്മൾ സിനിമയിലേക്കൊക്കെ ട്രൈ ചെയ്തു.